നമസ്കാരം. ജോസ് ജോൺ വ്യൂ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന രാജേന്ദ്ര പ്രധാൻ രാജിവെച്ച വാർത്ത ദിവസങ്ങളിൽ നമ്മൾ അറിഞ്ഞു. ഇന്നലെയാണ് രാജി ഉണ്ടായത്. ഡെമോക്രസി വിജയിച്ചു എന്നാണ് എല്ലാ മാധ്യമങ്ങളും പറഞ്ഞത്. തീർച്ചയായിട്ടും ശരിയാണ്. രാജേന്ദ്ര പ്രധാൻ്റെ രാജി എന്നുള്ളത് ഡെമോക്രസിയുടെ വിജയമാണ്. അപ്പോൾ അത് മോഡി മുട്ടുമനക്കി, മോദി തലകുനിച്ചു, മോദിയുടെ അവസാനം ആരംഭിച്ചു, ഇങ്ങനെ ധാരാളം ഹെഡിങ്ങുകൾ നമ്മൾ ഈ ദിവസങ്ങളിൽ കാണുന്നുണ്ട്. നിശ്ചയമായിട്ടും മോഡി തോറ്റു എന്നുള്ളത് ശരിയാണ്. അല്ലെങ്കിൽ കാഴ്ചയിൽ മോഡി തോറ്റു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഒരു കുടുംബത്തിൽ വലിയ കലഹം നടക്കുമ്പോൾ, അടി നടക്കുമ്പോൾ അവിടെ തോറ്റു കൊടുക്കുന്നവരാണ് ആ കുടുംബത്തെ വിജയിപ്പിക്കുന്നത്. അവിടെ ഒന്ന് താണു കൊടുക്കാൻ തയ്യാറാകുന്നവരാണ് ആ കുടുംബത്തെ നിലനിർത്തുന്നത്. കുടുംബം വിജയിക്കുന്നത് ആരെങ്കിലും തോറ്റു കൊടുക്കുമ്പോഴാണ്. ഇവിടെ മോദി ഒന്ന് തോറ്റു തന്നതുകൊണ്ടാണ് നമ്മൾ രാജ്യം എന്ന കുടുംബം വലിയ ഒരു കലാപത്തിൽ നിന്ന്, ഒരുപക്ഷെ സിവിൽ വാറിലേക്ക് പോലും എത്തിപ്പെടാമായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇതുപോലത്തെ സാഹചര്യങ്ങൾ ഇന്ത്യയിൽ ആദ്യമായിട്ടുണ്ടാകുന്നൊന്നുമല്ല. 1975 ഇതുപോലത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിനെതിരെ ജയപ്രകാശ് നാരായണൻ നയിച്ച വലിയൊരു ജനകീയ സമരം ഇന്ത്യ മുഴുവൻ ആളിപ്പടരുകയായിരുന്നു. ലാത്തി ഉപയോഗിച്ചും തോക്ക് ഉപയോഗിച്ചും ഒക്കെ സമരത്തെ നേരിട്ട് നോക്കി. ഒരു തരത്തിലും അതിനെ നിയന്ത്രിക്കാനായില്ല. അങ്ങനെ ആ അതിൻ്റെ മൂർധന്യാവസ്ഥയിലാണ് ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ്, MP ആയിട്ടുള്ള തിരഞ്ഞെടുപ്പ് അലഹബാദ് ഹൈക്കോടതി അസാധുവാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി MP അല്ലാതായി മാറി. MP അല്ലാതെ പ്രധാനമന്ത്രിയാവാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കണ്ടെത്തിയ വഴി രാജിവെക്കുകയല്ല ചെയ്തത്. അവരതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കണ്ടെത്തിയ വഴി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയായിരുന്നു. അങ്ങനെ രാജ്യത്തെ 2 വർഷത്തേക്ക് അവരെ ഇരുട്ടിൽ നിർത്തുകയാണ് ചെയ്തത്. 2 വർഷത്തേക്ക് അടിയന്തരാവസ്ഥയായിരുന്നു. രാജ്യത്തെ മുഴുവൻ പൗരന്മാരെയും അടിച്ചമർത്തി കാൽച്ചുവട്ടിലാക്കി ഭരിച്ച കഥയൊക്കെ ഇന്നത്തെ തലമുറ പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ടാവും. ഞങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ വടക്കേ ഇന്ത്യയിലൊക്കെ വലിയ അതിക്രമങ്ങൾ നടന്നു. അപ്പോൾ അത് അന്ന് ആ പ്രധാനമന്ത്രി അന്ന് കണ്ടെത്തിയ വഴി, താൻ പ്രധാനമന്ത്രി ആയിരിക്കാൻ പോലും യോഗ്യയില്ലാത്ത അവസ്ഥയിൽ അവർ കണ്ടെത്തിയ വഴി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക എന്നുള്ളതായിരുന്നു. നേരെ മറിച്ച് ഈ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അദ്ദേഹം 3-2 ഭൂരിപക്ഷത്തോടെ പാർലമെൻറ്റിൽ ഇരിക്കുന്ന ആളാണ്. ഇന്ത്യയിലെ ബഹുഭൂരിഭാഗം സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് BJP ആണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് രാജ്യത്തിൻ്റെ വലിയ മാൻഡേറ്റ് ഉണ്ട്, വലിയ ജനപിന്തുണയുണ്ട്. ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ ഇതിനെ നേരിടാൻ അദ്ദേഹം ജനാധിപത്യ വിരുദ്ധമായ ആ മാർഗം സ്വീകരിച്ചില്ല. ഇനി അത് കഴിഞ്ഞ് നമ്മൾ കണ്ട വലിയൊരു കലാപമുണ്ട് നന്ദിഗ്രാം എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടുത്തെ കർഷകരെ കുടിയിറക്കി 10-20,000 ഏക്കർ സ്ഥലം കെമിക്കൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി അന്നത്തെ ഇടതുപക്ഷ ഗവൺമെൻറ്, ബംഗാൾ ഇടതുപക്ഷ ഗവൺമെൻറ് തീരുമാനിക്കുന്നു. അവിടുത്തെ താമസക്കാരായ കർഷകരെ, കൃഷി ചെയ്യുന്നവർ, അവർക്ക് പാർട്ടിയും രാഷ്ട്രീയവും ഒന്നുമില്ല, അവർ സമരം ചെയ്യുന്നു. ആ സമരം ചെയ്യുന്ന കർഷകരുടെ നേരെ CPM-ഉം അവിടുത്തെ പോലീസും ചെയ്തത് എന്താണ്? 14 പേരെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. 14 പേരെ വെടിവെച്ച് കൊന്നാണ് നന്ദിഗ്രാം പ്രശ്നം അവർ നേരിട്ടത്. ഡൽഹിയിലെ പോലീസിൻ്റെ തോക്കിനകത്ത് ഉണ്ടയില്ലാഞ്ഞിട്ടൊന്നുമല്ല, വെടിവെച്ചാൽ ആൾക്കാർക്കിട്ട് കൊള്ളും. പക്ഷേ അത് ചെയ്യാത്തത് ജനാധിപത്യത്തിൽ വിശ്വാസമുള്ളൊരു ഗവൺമെൻറ് അവിടെ ഇരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നരേന്ദ്രപ്രധാൻ്റെ രാജി എന്നുള്ളത് ഡെമോക്രസി വിജയമാണ് എന്നുള്ളത് നിസ്തർക്കമായി പറയാൻ കഴിയുന്ന സംഗതിയാണ്. ജനത്തിൻ്റെ മുൻപിൽ ഒരുപക്ഷെ ഈ കലാപത്തിൻ്റെ പുറകിൽ ഒളിച്ചിരുന്നത് വലിയ രാജ്യവിരുദ്ധ സംഗതികളാണ്. പക്ഷേ ജനത്തെ മുൻപിൽ നിർത്തിക്കൊണ്ടാണ്, ജനത്തെ ജാമ്യക്കാരാക്കി നിർത്തിക്കൊണ്ടാണ്, വെടിയുണ്ട വരികയാണെങ്കിൽ ജനത്തിൻ്റെ നെഞ്ചിൽ കൊള്ളണം, അങ്ങനെ രക്തസാക്ഷികളെ സൃഷ്ടിച്ചെടുക്കണം എന്നുള്ള ചിന്തയോടെ സാധാരണക്കാരെ പിടിച്ച് മുൻപിൽ നിർത്തി രാജ്യവിരുദ്ധ ശക്തികൾ നടത്തിയ ഈ സമരത്തിൻ്റെ മുൻപിൽ പ്രധാനമന്ത്രി തലകുനിച്ച് കൊടുത്തത് കൊണ്ടാണ് നമ്മളുടെ രാജ്യത്തെ ജനാധിപത്യം രക്ഷപ്പെട്ടത്. പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തെ രക്ഷപ്പെടുത്തി, അല്ലെങ്കിൽ ജനാധിപത്യത്തെ രക്ഷപ്പെടുത്തി എന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇനി ഈ CJP എന്ന പാർട്ടി, അത് ജനനം മുതലേ ദുരൂഹമായിട്ടൊരു സംഗതിയാണ്. അത് രൂപപ്പെട്ടത് അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് അഭിജിത് ദീപ്കെ എന്ന് പറയുന്നൊരു വ്യക്തിയാണ് ആ സംഘടന രൂപപ്പെടുത്തിയത്. അദ്ദേഹത്തിൻ്റെ ഇന്ത്യയിലെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, അദ്ദേഹം മഹാരാഷ്ട്രക്കാരനാണ്. AAP-യുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ആളാണ്. അതിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന ആളാണ്. അത്തരം ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് 3 വർഷത്തേക്കുള്ളത്. പിന്നീട് അദ്ദേഹം അമേരിക്കയിലേക്ക് പോവുകയായിരുന്നു. അദ്ദേഹത്തിന് അവിടെയുള്ള ബന്ധങ്ങൾ എന്താണെന്ന് അറിയില്ല. അവിടുന്ന് അദ്ദേഹം എന്തായാലും ശരി രാഷ്ട്രീയവുമായി ബന്ധമുള്ള ആളാണ്. AAP-യിൽ പ്രവർത്തിച്ചിരുന്ന ആൾ, അതിൻ്റെ ടോപ്പ് ലെവലിൽ പ്രവർത്തിച്ചിരുന്ന ആൾ എന്ന നിലയിൽ അദ്ദേഹം രാഷ്ട്രീയ ബന്ധങ്ങൾ ഉണ്ടാക്കുവാനും ഒക്കെ മിടുക്കുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം അമേരിക്കയിൽ ഉണ്ടാക്കിയിട്ടുള്ള രാഷ്ട്രീയ ബന്ധങ്ങൾ ഏത് തരത്തിൽപ്പെട്ടതാണെന്ന് അറിയില്ല.
അവിടെ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം CJP എന്നൊരു പാർട്ടി രൂപീകരിക്കുന്നതും അത് വളരെ വേഗം ഇന്ത്യയിൽ പടർന്നു പിടിക്കുന്നതും. അതിൻ്റെ വളർച്ച ഇന്ത്യയിൽ ഉണ്ടാക്കിയിരിക്കുന്ന അതിനൊരു വേഗത അത് തീർത്തും ദുരൂഹമാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫോണിൽ പോലും ആ പാർട്ടിയിൽ ചേരാൻ പറഞ്ഞുകൊണ്ടുള്ള ആഹ്വാനം ആ പാർട്ടി രൂപീകരിക്കപ്പെട്ട ദിവസം തന്നെ എത്തിയിട്ടുണ്ട്. അതായത് ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലേക്ക് ഈ മെസ്സേജ് അയക്കുവാൻ ഇന്ത്യയിൽ അവർ ലക്ഷക്കണക്കിന് ആളുകളെ റെഡിയാക്കി നിർത്തിയിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ വലിയൊരു ഗ്രൗണ്ട് വർക്ക് നടന്നിട്ടുണ്ട്. ഒരു ദിവസം മുളച്ചു വന്നതല്ല, അവരതിനൊരു അവസരം കാത്തിരിക്കുകയായിരുന്നു. ആ അവസരം ഉണ്ടായത് മെയ് 15 ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് നടത്തിയെന്ന് അവരവകാശപ്പെടുന്ന ഒരു പരാമർശമാണ്. ഡിഗ്രി പാസ്സാവാത്ത ആളുകൾ വ്യാജ ഡിഗ്രിയുമായി സുപ്രീം കോടതിയിൽ ഹാജരായതിനെ സംബന്ധിച്ചുള്ള ഒരു കേസിനിടയിലൂടെ അവരുടെ നേരെ സുപ്രീം കോടതി ജഡ്ജി നടത്തിയ ഒരു പരാമർശം, പാരസൈറ്റ് എന്നുള്ളൊരു പരാമർശം രാജ്യത്തെ മുഴുവൻ യുവാക്കൾക്ക് നേരെയും നടത്തിയൊരു പരാമർശമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മെയ് 16 ഈ CJP ഔദ്യോഗികമായി രൂപീകരിക്കപ്പെടുന്നത്. അതിന് എത്രയോ മുൻപ് അവർ അതിന് ഗ്രൗണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അവർക്ക് കൃത്യമായ റൂട്ട് കിട്ടില്ല. അപ്പോൾ ഈ ഒരു സംഗതി വെച്ചുകൊണ്ട് ഇന്ത്യയിലെ യുവജനങ്ങളെ കത്തിച്ചിളക്കി വിടാൻ സാധിക്കുമെന്ന ഒരു ചിന്തയിലാണ് അവർ അത് രൂപീകരിച്ചത്. പക്ഷേ അവർ വിചാരിച്ചതുപോലെ അത് അവർക്ക് കത്തിച്ചെടുക്കാൻ സാധിച്ചില്ല. കാരണം സുപ്രീം കോടതി തന്നെ ആ ജസ്റ്റിസിൻ്റെ പരാമർശം അടങ്ങുന്ന ഒരു മിനിറ്റ് നീളമുള്ള ഒരു വീഡിയോ പുറത്തു വിട്ടിരുന്നു. ഞാനും ആ വീഡിയോ കണ്ടതാണ്. അതിനാൽ നമുക്ക് മനസ്സിലാവും ആ പരാമർശത്തിൽ യാതൊരു അപാകതയുമില്ല. അദ്ദേഹം രാജ്യത്ത് തൊഴിലില്ലാത്തവരെ അല്ല ഈ പറഞ്ഞ പാറ്റകളെന്നും പാരസൈറ്റുകളെന്നും വിളിച്ചത് വ്യാജ ലോ ഡിഗ്രിയുമായി ഹൈക്കോടതിയിലെത്തിയ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെത്തിയ ആളുകളെ കുറിച്ചാണ് അദ്ദേഹം അങ്ങനെ ഒരു പരാമർശം നടത്തിയത്. വ്യാജ ഡിഗ്രി കൊണ്ടുവരുന്നവനെ പിന്നെ എന്താ വിളിക്കേണ്ടത്? അവൻ രാജ്യത്തെ തകർക്കാൻ നിൽക്കുന്നവനാണ്, രാജ്യത്തിൻ്റെ സിസ്റ്റം തകർക്കാൻ നിൽക്കുന്നവനാണ്. അപ്പം അങ്ങനെയുള്ള ഒരാളെ അങ്ങനെ വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന ഈ സാധനം അതിൽ ക്ലച്ച് പിടിച്ചില്ല. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഇവിടെ മെയ് 3 ഇത് മെയ് 16 CJP ഫോം ചെയ്തത്. മെയ് 3 നീറ്റ് എക്സാം നടന്നിട്ടുണ്ട്. അപ്പോൾ നടന്നത് വെരി നെക്സ്റ്റ് ഡേ തന്നെ നാഷണൽ ഏജൻസികൾ ആ എക്സാമിനേഷനിൽ ഫ്രോഡലൻസ് നടന്നിട്ടുണ്ട്. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ 2 സ്ഥലത്ത് ചോർന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അന്വേഷണം നടക്കുന്നുണ്ട്. മെയ് 12 ആ പരീക്ഷ ക്യാൻസൽ ചെയ്യുന്നുണ്ട്. മെയ് 15 പുതിയ പരീക്ഷാ ഡേറ്റ് ജൂൺ 21 പുതിയ പരീക്ഷാ ഡേറ്റ് എന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കുന്നുണ്ട്. അദ്ദേഹം രാജ്യത്തോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. ഇനിയുള്ള എക്സാമിനേഷൻസ് മുഴുവൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നടത്തുകയുള്ളൂ, ഇത്തരം എറേഴ്സ് വരാതെ പൂർണ്ണമായും സൂക്ഷിക്കുമെന്ന് അദ്ദേഹം പ്രസ്താവന നടത്തി. ഇതൊക്കെ കഴിഞ്ഞു. ഇത് ജൂൺ 21 പുതിയ പരീക്ഷ നടന്നു. ജൂൺ 20 ഈ CJP എന്ന് പറയുന്ന പാർട്ടി ഇത് ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഇവർ CJP ഫോം ചെയ്യപ്പെട്ടത് മെയ് 16 അന്ന് അവർ വേറൊരു ഇഷ്യൂ ആയിരുന്നു, സുപ്രീം കോടതി ഇഷ്യൂ ആയിരുന്നു. അത് ക്ലച്ച് പിടിച്ചില്ല എന്ന് തോന്നിയപ്പം ജൂൺ 20 ജൂൺ 21 നീറ്റിൻ്റെ റീടെസ്റ്റ് നടന്നു. ജൂൺ 20 CJP ഈ സ്ഥാനത്ത് കയറി പിടിക്കുന്നു. ഈ നീറ്റ് എന്ന് പറഞ്ഞ കേസ്. അപ്പോൾ കുറേ ആൾക്കാർ അതിൻ്റെ പേരിൽ ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞ് പത്രവാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ജൂൺ 20 അവർ അതിൽ കയറി പിടിക്കുന്നു. അങ്ങനെ ജന്തർ മന്ദറിൽ സമരം തുടങ്ങുന്നു. അവരുടെ സമരം ആരും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ അവർ സോനം വാങ്ചുങ്ങിനെ ലഡാക്കിൽ നിന്ന് കൊണ്ടുവരുന്നു. ജൂൺ 28 സോനം വാങ്ചുങ് ഇൻഡെഫിനിറ്റ് ഹങ്കർ സ്ട്രൈക്ക് പ്രഖ്യാപിക്കുന്നു. എന്നിട്ടും ഇതിന് പൊതുജന ശ്രദ്ധ കിട്ടുന്നില്ല. ജൂലൈ 18 ഗവൺമെൻറ് ബലമായിട്ട് സോനം വാങ്ചുങ്ങിനെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. അത് ഇവർ തന്നെ കോടതിയിൽ പോയി ഇദ്ദേഹത്തിൻ്റെ ആയുസ് അപകടത്തിലാണെന്ന് പറഞ്ഞ് കപിൽ സിബൽ ആഞ്ഞു കിടന്ന് വാദിച്ചതിൻ്റെ പേരിലാണ് സർക്കാർ ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നത്. പക്ഷേ ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നതിന് മുൻപ് തന്നെ വളരെ ദുരൂഹമായ രീതിയിൽ ഇന്റർനാഷണൽ മീഡിയയിൽ അൽ ജസീറ, BBC ഇങ്ങനത്തെ പത്രങ്ങളിലൊക്കെ ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമാണ്. ഇവരെപ്പോഴും ആൻറ്റി ഇന്ത്യൻ വാർത്തകൾ കൊടുക്കുന്നതിൽ വളരെ പ്രമുഖമായ പത്രങ്ങളാണ്. ഇതിനകത്ത് കൃത്യമായിട്ട് വാർത്തകൾ പറന്നു വരുന്നുണ്ട്. ജൂലൈ 18 ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ജൂലൈ 20 CJP പാർലമെൻറ്റ് മാർച്ച് നടത്തുന്നു. ആ പാർലമെൻറ്റ് മാർച്ചിന് വലിയ ജനശ്രദ്ധ കിട്ടുന്നു, വലിയ തോതിൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടാകുന്നു, അതിൽ ആക്രമണം നടക്കുന്നു, പോലീസ് ലാത്തി ചാർജ് ചെയ്യുന്നു. അതോടെ ഇന്ത്യയിലെ തന്നെ വലിയ മീഡിയ കവറേജ് കിട്ടുന്നു. ഇന്ത്യയിലെ മീഡിയ കവറേജ് കിട്ടുന്നതിന് വളരെ മുൻപ് തന്നെ വിദേശ രാജ്യങ്ങളിലെ മീഡിയ ഇത് വല്ലാതെ കവർ ചെയ്യുന്നുണ്ടായിരുന്നു. അത് വളരെ ദുരൂഹമായൊരു സംഗതിയാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കൊച്ചു സമരം എന്തിനാണ് വിദേശ രാജ്യങ്ങൾക്ക് ഇത്രയധികം താല്പര്യം ഉണ്ടാക്കുന്നത്? അപ്പോൾ അതുകൂടാതെ ഇവിടെ ജൂലൈ 20 പാർലമെന്റ് പ്രൊട്ടസ്റ്റ് നടത്തിയ സമയത്ത് അങ്ങ് ന്യൂയോർക്കിൽ പ്രകടനം നടക്കുന്നു, ലണ്ടനിൽ പ്രകടനം നടക്കുന്നു, ജർമ്മനിയുടെ തലസ്ഥാനത്ത് പ്രകടനം നടക്കുന്നു, ഫ്രാൻസിൽ പ്രകടനം നടക്കുന്നു. എങ്ങനെ ഇത് സംഭവിക്കുന്നു? അപ്പോൾ ഇതിൻ്റെ പുറകിൽ ആരാണ് കളിക്കുന്നത്? ഈ രാജ്യങ്ങളിലൊക്കെയും സിറിയയിൽ നിന്നും ഇറാഖിൽ നിന്നും കുടിയേറി എത്തിയ ആളുകളുണ്ട്. അവരാണ് ഈ പ്രകടനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ആരാണ്? ഈ രാജ്യങ്ങളിലൊക്കെ ഈ ഇന്ത്യയിലെ ഒരു ചെറിയ പ്രശ്നത്തെ നീറ്റ് എക്സാം എന്ന് പറയുന്നത് ഒരു ചെറിയ പ്രശ്നത്തുള്ളൂ. മറ്റു രാജ്യങ്ങൾക്കൊന്നും ഒരു കാര്യമുള്ള കാര്യമല്ല. ഒരു മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ നമുക്കത് വലുതായിരിക്കാം, പക്ഷേ വിദേശ രാജ്യത്തിന് അതിനകത്ത് ഒരു കാര്യമില്ല. അവിടെയൊക്കെ പ്രകടനം നടക്കുന്നു. ഇത് തീർത്തും ദുരൂഹമായൊരു സംഗതിയാണ്. പക്ഷേ സോനം വാങ്ചുങ്ങിനെ ഒരു കാര്യം പിടികിട്ടി, ഈ സമരത്തിനകത്ത് ആളുകൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട്, ഈ സമരം ഹൈജാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം നിരാഹാര സമരം പിൻവലിച്ചു. അദ്ദേഹം പറഞ്ഞു, കുട്ടികളുടെ പേര് കേസെടുക്കാതിരുന്നാൽ മതി, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഈ പ്രകടനം നടത്തി കുട്ടികളുടെ പേരിൽ കേസെടുക്കുന്നില്ലെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് പിൻവലിച്ചേക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം പിൻവലിയാൻ ഒറ്റ കാരണമുള്ളൂ. അദ്ദേഹത്തിന് മനസ്സിലായി ഈ സമരം കൈവിട്ടുപോയി,
ഇത് വേറെയുള്ള ആളുകളുടെ കയ്യിലെത്തി, ഇത് രാജ്യവിരുദ്ധ ശക്തികളുടെ കൈകളിലെത്തി, ഇവരെ ഉപയോഗിക്കുകയാണ്, മുൻപിൽ നിർത്തുകയാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും? നമുക്ക് നല്ല നല്ല എക്സാമ്പിൾസ് ഉണ്ട്. കേരളത്തിൽ നിന്ന് ഈ സമരത്തിന് പോയ കുറച്ച് ആളുകളെ ടെലിവിഷൻകാർ തന്നെ ഇന്റർവ്യൂ ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു. വയനാട്ടിൽ നിന്ന് പോയൊരു ചെറുപ്പക്കാരൻ പറഞ്ഞത് ഇത് മെഹദി വരുന്ന സമയമാണ്, ഈ പാറ്റാടൊക്കെ രൂപത്തിൽ വന്നിട്ടുള്ളത് മെഹദിയാണ്, അതുകൊണ്ട് നരേന്ദ്രമോദിയെ ചവിട്ടി പുറത്താക്കി മെഹദി എന്ന് പറയുന്നൊരു പുള്ളി അവിടെ കസേര ഇരിക്കാൻ പോവാണ്, അതിനുവേണ്ടി ഞാൻ ഉടനെ സമരത്തിന് അവിടെ എത്തുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വേറെ ഒരുത്തനൊരു വീഡിയോയിൽ വന്നിട്ട് അവന് ലക്ഷക്കണക്കിന് ആളുകൾ ഫോളോവേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ആളുകൾക്കാണ് ഫോളോവേഴ്സ് എന്നത് ഭയങ്കര അതിശയം ഉണ്ടാക്കുന്നു. അവൻ പാർലമെന്റ് തല്ലിപ്പൊളിക്കണം, പോലീസുകാരെ കല്ലെറിയണം, പിന്നെ നരേന്ദ്രമോദിയെ തട്ടിക്കളയണം, ഇമാതിരിയുടെ ഒരുപാട് പ്രസ്താവനകൾ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നമ്മൾ കാണുന്നു. വേറെ ഒരു കൂട്ടര് തിരൂർ ഭാഗത്ത് ടൂർ പോയവരാണ്, അവർ ഡൽഹിയിൽ വെച്ച് ഇന്റർവ്യൂ ചെയ്യുന്നതാണ്, 5 പിള്ളേരുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ലഡാക്കിലേക്ക് പോയതാണ്, ടൂർ പോയതാണ്, പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നത് കേട്ടപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു, 4-5 ദിവസമായി വന്നിട്ട് ഇഷ്ടംപോലെ ഭക്ഷണം കിട്ടുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവർ ചോദിച്ചു എന്താണ് ഇവിടെ പ്രശ്നം? പറഞ്ഞു നീറ്റ് പരീക്ഷയിൽ അഴിമതി നടന്നു, അതാണ് പ്രശ്നം. അപ്പോൾ ഒരാൾ നീറ്റിൻ്റെ ഫുൾ ഫോം ചോദിക്കേണ്ട, അതെന്താണെന്ന് അറിയാൻ പാടില്ല, മന്ത്രിയുടെ പേര് ചോദിക്കേണ്ട, മന്ത്രിയുടെ പേര് അറിയാൻ പാടില്ല. അപ്പോൾ അവിടെ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ എത്തിപ്പെട്ട കുറേ ആളുകൾ. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു TV ഡിസ്കഷനിൽ ഒരു പുള്ളി പറയുന്നുണ്ട് ഇവിടുന്ന് വിമാനത്തിൽ കയറിപ്പോയ ആൾക്കാരൊക്കെ അവിടെ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു സാധാരണ വിദ്യാർത്ഥിക്ക് വിമാനത്തിൽ കയറിപ്പോയിട്ട് ഡൽഹിയിൽ സമരത്തിൽ പങ്കെടുക്കാൻ പറ്റും? വിമാനത്തിന് ടിക്കറ്റ് ചാർജ് എത്രയാണ്? നമ്മളാണെങ്കിൽ പോലും ഡൽഹിക്ക് പോകുന്ന സമയത്ത് വിമാനമാണോ അല്ല ട്രെയിനാണോ ലാഭമെന്ന് നോക്കിയിട്ടല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ വിമാനത്തിൽ ഓടിപ്പോയി വിമാനത്തിൽ കയറിപ്പോയിട്ട് സമരം ചെയ്യാൻ മാത്രം ശേഷിയുള്ള ആളുകൾ ഇവരെയൊക്കെ ഫൈനാൻസ് ചെയ്യുന്ന ആരാണ്? വേറെ അവിടെ കണ്ട ഒരു ഫോട്ടോ എടുത്ത് വിട്ടതാണ്, ഒരു പെൺകുട്ടി സാനിറ്ററി നാപ്കിൻ പൊക്കി പിടിച്ചുകൊണ്ടാണ് അവർ സമരം ചെയ്യുന്നത്. അതിനിടയ്ക്ക് പ്ലക്കാർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് എൻ്റെ സാനിറ്ററി നാപ്കിൻ ചോരുന്നതിനെ കഴിഞ്ഞും വേഗമെന്നാണ് മോഡിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോരുന്നത്. എന്ത് തരം സമരമാണിത്? ആ സമരത്തിൻ്റെ പ്രത്യേകതരം ചൊവയില്ലേ? ഇവിടെ ഈ ലിബറലിസ്റ്റുകൾ, ഇടതുപക്ഷം എന്നൊക്കെ പറയുന്ന സാധനങ്ങളുടെ ഒരു ചൊവ അതിനകത്തുണ്ട്. അപ്പോൾ CJP എന്ന് പറയുന്ന ഒരു ന്യൂട്രൽ സാധനമേ അല്ല അവിടെ ഉള്ളത്. പിന്നെ വേറെ ഉള്ളത് മോബ് സൈക്കോളജി എന്ന് പറയുന്നൊരു സംഗതിയാണ്. അതായത് ജനം കൂടുന്ന സമയത്ത് അതിൻ്റെ കൂടെ കൂടുന്ന ആളുകൾക്ക് യാതൊരു ബോധം ഉണ്ടാവുകയില്ല. നമ്മളൊക്കെ വിദ്യാഭ്യാസപരമായി പ്രവർത്തിച്ച കോളേജിലൊക്കെ വന്നിട്ട് പ്രവർത്തിച്ച ആളാണ് ഞാൻ, കോളേജ് അധ്യാപകനാണ്, പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. കോളേജിലൊക്കെ സമരം നടക്കുന്ന സമയത്ത് ഈ സമരത്തിൻ്റെ പുറകെ പോകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് യാതൊരു ബോധവുമില്ല, എന്താ ചെയ്യുന്നവർക്കറിയില്ല. അവരടിക്കും പിടിക്കും, വേണമെങ്കിൽ കൊല്ലും. നേരെ മറിച്ച് അവന് പിടിച്ചു മാറ്റി ഒരു ഭാഗത്തേക്ക് മാറ്റിയത് എന്താണെന്ന് ചോദിച്ചാൽ അവൻ പൂച്ച പട്ടി കരയുന്നവർ കിടന്ന് മോങ്ങും, അത്രേ ഉള്ളൂ. പക്ഷെ ഗ്രൂപ്പിൽ അവൻ ആൾ വേറെയാണ്. ഈ മോബ് സൈക്കോളജി ഇവിടെ വല്ലാതെ വർക്ക് ചെയ്തിട്ടുണ്ട്. ചെറുപ്പക്കാരെ വല്ലാതെ ആകർഷിക്കുന്ന ഒരു സാധനമാണ് മോബ് സൈക്കോളജി. അപ്പോൾ ഈ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ ആക്രമണത്തിനോ എന്ത് പ്രവർത്തിക്കോ തയ്യാറായി എത്തിപ്പെട്ട ധാരാളം ആളുകൾ വഴിയുണ്ട്. ഇനി അവിടെ ഉയർത്തപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഏത് തരത്തിൽപ്പെട്ടതാണ്? ഇവരുടെ പ്രത്യേക പദവി പുനഃസ്ഥാപിക്കണം. ഇതിന് നീറ്റ് പരീക്ഷയുമായിട്ട് എന്ത് ബന്ധമാണത്? ഉമർ ഖാലിദ് എന്ന് പറയുന്ന ഒരു ഭീകരൻ, ആ ഭീകരൻ്റെ അച്ഛനെ അവർ സ്റ്റേജിൽ കൊണ്ടുവന്നിട്ട് പ്രസംഗിപ്പിക്കുന്നുണ്ട്. ഭീകരപ്രവർത്തനം ഏർപ്പെട്ട ആളാണ്, അർസൽ ഗുരുവിൻ്റെ പിൻഗാമിയാണ്, അറിയപ്പെടുന്ന ഭീകരപ്രവർത്തകനാണ്. ഭീകരപ്രവർത്തകർക്ക് നീറ്റ് പരീക്ഷയുമായി എന്ത് ബന്ധം? നേരെ മറിച്ച് ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ പാരൻസ് അവിടെ സമരത്തിലുണ്ട്, ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ പാരൻസ് അവിടെ ഉണ്ട് എന്ന് ഇവർ പറയുന്നു. പക്ഷേ അങ്ങനെയുള്ള ഒരു കുട്ടിയുടെയും പാരന്റിന് ഒരു സ്റ്റേജ് കൊടുത്തിട്ടില്ല. സ്റ്റേജിൽ കയറി പ്രസംഗിച്ച ആളുകൾ ഈ ഉമർ ഖാലിദിൻ്റെ ഉപ്പയെ പോലത്തെ ആളുകളാണ്. ദൈവങ്ങളെ ചൊല്ലി സീതയുടെ ഭർത്താവിനെ അപമാനിക്കുന്ന വർത്തമാനങ്ങൾ ഉണ്ടാവുന്നു. വേറെ ചില ദൈവങ്ങൾ നരേന്ദ്രമോദി ചവിട്ടി പുറത്താക്കി അവിടെ കസേരയിൽ ഇരിക്കുമെന്ന് പറഞ്ഞ് പാട്ട് പാടുന്നു. ഇതൊക്കെ നീറ്റ് എക്സാമിനേഷനുമായിട്ട് എന്ത് ബന്ധമാണെന്നുള്ളത്? ഭാരതത്തെ കഷ്ണമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നു. ഇവിടെ നിന്ന് ഒരുത്തൻ ഡൽഹിയിലേക്ക് എല്ലാവരും പോകും, നമുക്കവിടെ ചരിത്രത്തിൻ്റെ ഭാഗമാകാം. നേപ്പാളിൽ ഭരണം മറിച്ചിട്ടതുപോലെ, ബാംഗ്ലാദേശിൽ ഭരണം മറിച്ചിട്ടതുപോലെ നമുക്ക് അവിടെ പോയിട്ട് ചെയ്യാം. ഒന്നാം തരം കലാപ ആഹ്വാനമാണ്. എന്തിന്? മുനമ്പത്ത് 3 വർഷമായി സമരത്തിൽ കിടക്കുന്ന സ്വന്തം ജനത്തെ തിരിഞ്ഞു നോക്കാത്തവര് റിലീജിയസ് ഡ്രസ്സും ഇട്ടുകൊണ്ട് ഡൽഹിയിൽ സമരം ചെയ്യാൻ പോയിരിക്കുന്നു. അപ്പോൾ ഈ സമരത്തിൻ്റെ പിന്നിലുള്ള താല്പര്യം എന്താണ്? നരേന്ദ്രമോദിയോട് വിരോധമുള്ള സർവ്വ മനുഷ്യരും ഡൽഹിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു, വിവിധ തലങ്ങളിൽ ലക്ഷ്യമുള്ളവർ. അതിൻ്റെ കൂട്ടത്തിൽ തീവ്രവാദികളും നുഴഞ്ഞു കയറിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. നീറ്റ് എഴുതിയ എത്ര കുട്ടികൾ അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്? എൻ്റെയൊക്കെ മക്കൾ നീറ്റ് എക്സാമിനേഷൻ എഴുതിയിട്ടുള്ളവരാണ്, മെഡിസിൻ പഠിക്കുന്നവരാണ്, പഠിച്ചിട്ടുള്ളവരാണ്. നീറ്റ് എക്സാമിനേഷൻ എഴുതുന്നവർ അവർ അന്തസ്സായിട്ട് പഠിക്കും, പഠിച്ചു കഴിഞ്ഞ് പരീക്ഷ എഴുതും. പരീക്ഷ ക്യാൻസൽ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യും, പരീക്ഷ എഴുതും. ഇപ്പോൾ സെലക്ഷൻ കിട്ടിയവരെ അവർ കൗൺസിലിംഗ് പ്രോസസ്സായിട്ട് നടക്കുന്നു. സെലക്ഷൻ കിട്ടാത്തവരോ അടുത്ത നീറ്റ് എക്സാമിനേഷൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. ഒറ്റ ഒരാൾ പോലും ഡൽഹിയിൽ സമരത്തിന് ഉണ്ടാവുകയില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. അപ്പോൾ അവർ പറയുന്നു ഈ ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ പാരൻസ് അവിടെയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ ആത്മഹത്യ ചെയ്ത കുട്ടികൾ എന്തിനാണ് ശരിക്കും ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക? ഈ നീറ്റ് എക്സാം മാറ്റി വെച്ചതിൻ്റെ പേരിൽ കുട്ടിക്കാണോ കൂടുതൽ ടെൻഷൻ ഉണ്ടായിട്ടുണ്ടാവുക, അതോ അച്ഛനും അമ്മയ്ക്കും ആയിരിക്കും? ഈ അച്ഛൻ്റെ അമ്മയുടെയും ടെൻഷൻ കണ്ടിട്ടല്ല ഈ കുട്ടി ആത്മഹത്യ ചെയ്തെന്ന് പറയാൻ പറ്റുമോ? ഈ നാട്ടിലെ പല അച്ഛനമ്മമാരുടെയും വിചാരം മെഡിക്കൽ എൻട്രൻസ് പറഞ്ഞാൽ മെഡിക്കൽ എൻട്രൻസ് കിട്ടിയില്ലേ ലോകാവസാനമായി എന്നാണ്, പിന്നെ വേറൊരു ജോലിയും ഈ ലോകത്തിലില്ല
എന്ന് വിചാരിക്കുന്നവരാണ് ഭൂരിഭാഗം അച്ഛനമ്മമാരും. അവരുടെ ടെൻഷനാണ്, അവരുടെ കുട്ടികളെ ഓർത്തുള്ള അവരുടെ ടെൻഷനാണ് കുട്ടികളെ ടെൻഷനാക്കുന്നത്. നമുക്കറിയില്ലേ കേരളത്തിൽ എങ്ങനെയാണ്? കേരളത്തിൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് SSLCക്ക് ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക് ഒരു സാധനം ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങളത് കേട്ടിട്ടുണ്ടോ? എങ്ങനെയാണ് റാങ്ക് ഇല്ലാതായെന്ന് അറിയാമോ? റാങ്ക് കിട്ടാത്തതിൻ്റെ പേരിൽ ഒരു അമ്മ തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്തു. അവരുടെ മകൾക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തു. അന്ന് ആ വർഷമാണ് ഇനി ഇവിടെ റാങ്ക് പരിപാടി വേണ്ട എന്ന് ഗവൺമെൻറ് തീരുമാനിക്കുകയും ഇത് ഗ്രേഡിങ്ങിലേക്ക് പോവുകയും ചെയ്തത്. ഈ അമ്മ ആത്മഹത്യ ചെയ്ത് ഗവൺമെൻറ് വല്ലതും ചെയ്തിട്ടാണോ? ഇതുപോലെ തന്നെയാണ് നീറ്റ് എക്സാം കഴിഞ്ഞ് കുട്ടികൾ ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞാൽ അവർക്ക് പല തരത്തിലുള്ള ടെൻഷൻസ് ഉണ്ട്. പഠിപ്പിനെ കുറിച്ചുള്ള ടെൻഷനുണ്ട്, അവരുടെ മാതാപിതാക്കളെ കൊടുക്കുന്ന ടെൻഷനുണ്ട്, സൊസൈറ്റി കൊടുക്കുന്ന ടെൻഷനുണ്ട്. പരീക്ഷ കഴിഞ്ഞാൽ പിറ്റേ ദിവസം പറഞ്ഞ് നീ പാസ്സായോ എന്ന് ചോദിച്ച് പറയണമെന്നൊരു സൊസൈറ്റി ഉണ്ട്. ഈ ടെൻഷൻ്റെ എല്ലാ കൾമിനേഷൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. ആത്മഹത്യ ചെയ്യാത്ത കുട്ടികൾ ആത്മഹത്യയുടെ ബ്രിമ്മിലുള്ളതുമായിട്ടുള്ള 10,000-കണക്കിന് കുട്ടികൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പം അത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ മുഖത്ത് കയറിയിട്ട് കാര്യമില്ല. ഇത്തരം ഒരു പരീക്ഷ നടത്തുമ്പോൾ അതിനകത്ത് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതും കൂടി ഫേസ് ചെയ്യാനുള്ള ധൈര്യവും കൂടി പരീക്ഷ എഴുതുന്നവർക്ക് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിലൊക്കെ സഫരാബാസ് നടത്തി എത്ര തലമുറകളെ നശിപ്പിച്ചവർ ഉണ്ട് ഇവിടെ. അവരൊക്കെ ഡൽഹി സമരം ജയിക്കാൻ പോയിരിക്കുകയാണ്. മുണ്ടുമാടിക്കെട്ട് നടക്കുന്ന യോഗ്യന്മാരൊക്കെ ഉണ്ടല്ലോ അവിടെ സമരത്തിന് പോയവർ. ഇവിടുത്തെ കോളേജുകളിലും സ്കൂളുകളിലും സമരം നടത്തി എത്ര തലമുറകളെ നശിപ്പിച്ചവരാണ് അവർ. ഞാൻ വിദ്യാഭ്യാസ മേഖല പ്രവർത്തിച്ചിരുന്നതാണ്, എനിക്കിത് ആധികാരികമായിട്ട് പറയാൻ കഴിയും. ഈ നാട്ടിലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാണ് ഇവിടുത്തെ എത്രയോ തലമുറകളെ നശിപ്പിച്ചു കളഞ്ഞത്. അവരുടെ ഭാവി, അവരുടെ പഠനത്തെ നശിപ്പിച്ചു കളഞ്ഞതെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഇനി വേറൊന്ന് പറയുന്നത് പോലീസ് തല്ലിയെന്നാണ്. സ്ട്രീറ്റിൽ എന്ത് വിദ്യാലയത്തിലാണ്. വിദ്യാലയത്തിൽ പുറത്തിറങ്ങിയ വിദ്യാർത്ഥിയും പാരന്റും സാധാരണക്കാരും വഴിയാത്രക്കാരനൊക്കെ ഒരുപോലെ തന്നെയാണ്. സ്ട്രീറ്റിലൊരു വിദ്യാർത്ഥിയില്ല. സ്ട്രീറ്റിലിറങ്ങി ലോലെസ്നെസ് കാണിച്ചാൽ അത് നിയന്ത്രിക്കുക എന്നുള്ളത് പോലീസിന്റെ ചുമതലയാണ്. ഇവർ സമരം നടത്തിയിരുന്ന പാർലമെന്റ് അതിസുരക്ഷാ മേഖലയിലാണ്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ താമസിക്കുന്ന മേഖലയാണത്. അവിടെ പ്രതിപക്ഷ നേതാവുണ്ട്, പ്രധാനമന്ത്രിയുണ്ട്, പ്രസിഡന്റുണ്ട്, രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അവിടെ ജനക്കൂട്ടം അനുവദിക്കാൻ പറ്റില്ല. ഈ ജനക്കൂട്ടത്തിനിടയിൽ ഏത് തരത്തിലുള്ള തീവ്രവാദിക്ക് നുഴഞ്ഞു കയറാൻ പറ്റും. അവിടെ വേണമെങ്കിൽ പ്രധാനമന്ത്രിക്കിട്ട് പോകാൻ പറയാൻ പറ്റും, പ്രതിപക്ഷ നേതാവിനോട് പോകാൻ പറയാൻ പറ്റും. ഒരു വിദേശത്ത് നിന്ന് വരുന്ന സ്വദേശത്തുള്ള ഒരു തീവ്രവാദിക്ക് ഒരു ഒളിയിടം മുടുക്കി കൊടുക്കുകയാണ് വാസ്തവത്തിൽ ഇത്തരം സമരങ്ങൾ ചെയ്യുന്നത്. ഇത് നിയന്ത്രിക്കുന്ന ഒരു പോലീസുകാരൻ നിങ്ങൾ തന്നെയാണെന്ന് വിചാരിക്കുക. പോലീസുകാരൻ നിങ്ങൾ എന്ത് ചെയ്യും? ഇത് നിങ്ങൾ ഉത്തരവാദിത്തപ്പെടുന്ന കാര്യമാണ്. ഈ സമരത്തിനിടയിലൂടെ വന്ന് ഒരുത്തരുടെ അക്രമം കാണിച്ചിട്ട് പോയാൽ ആരതിന് ഉത്തരം പറയും? അതിന് ഉത്തരം പറയേണ്ട ഈ പോലീസുകാരനാണ്. അവനെ സംബന്ധിച്ച് അവിടുത്തെ ക്രൗഡിനെ നിയന്ത്രിക്കുക എന്നുള്ളത് അവന്റെ ജോലിയാണ്. മാറി നിൽക്കാൻ പറയുമ്പോൾ കേട്ടില്ല, അവൻ ബലം പ്രയോഗിക്കുമ്പോൾ അവനോട് തല്ലിക്കഴിഞ്ഞാൽ അവൻ തിരിച്ച് 10 തല്ലും. കാരണം അവനും അവന്റെ ജോലിയുടെ ഭാഗമാണ്, അവനത് ചെയ്യേണ്ടി വരും. അങ്ങനെ പോലീസുകാരന്റെ മുഖത്ത് കയറിയിട്ട് തല്ല് വാങ്ങിയിട്ട് ഞങ്ങളെ തല്ലിയ എന്ന് പറയുന്ന കഥ ഇന്ന് തുടങ്ങിയതല്ല, അത് എന്നുമുള്ള പരിപാടിയാണ്. ഇതൊക്കെ നമുക്ക് പരിചയമുള്ള സംഗതിയാണ്. അങ്ങനെ സ്ട്രീറ്റിൽ ഇറങ്ങിയ ഒരാൾക്ക് ഞാൻ വിദ്യാർത്ഥിയാണ് അതുകൊണ്ട് തന്നെ ആക്രമിക്കരുത് എന്ന് പറയാനുള്ള യാതൊരു അവകാശമില്ല. വിദ്യാർത്ഥി വിദ്യാലയത്തിനകത്താണ്, പുറത്തിറങ്ങിയാൽ എല്ലാവരും ഒരുപോലെയാണ്. പിന്നെ ഈ പറഞ്ഞ പരിപാടി നടത്തിയ ആൾക്കാർ ഓർക്കണം, ആ പ്രദേശം മൊത്തം ക്യാമറയാണ്. അവർ ഡൽഹിയിൽ സമരത്തിന് പോയ സർവേ ആൾക്കാരെയും അവർ എണ്ണിപ്പെറുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ സമരക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു എന്നുള്ളത് നേരാണ്. എന്തൊക്കെയായിരുന്നു അവരുടെ ആവശ്യങ്ങൾ? 1, വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം. ഓക്കെ, വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചു. 2, നീറ്റിൽ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികൾക്ക് 1 കോടി രൂപ വീതം കൊടുക്കണം. ഗവൺമെന്റ് പറഞ്ഞു പരിശോധിക്കാം, കൊടുക്കാവുന്നതിന്റെ പരമാവധി കൊടുക്കാം. 3-ാമത്തെ കാര്യം, കുട്ടികളുടെ പേരിൽ കേസ് ഉണ്ടാവരുത്. ഗവൺമെന്റ് പറഞ്ഞു അക്രമത്തിൽ ഏർപ്പെടാത്തവരുടെ പേരിൽ കേസ് ഉണ്ടാവുകയില്ല. ഒരു കല്ലെടുത്ത് കൈപ്പിടിച്ചവൻ പോലും അക്രമത്തിൽ ഏർപ്പെട്ടവനാണ്, അവൻ എറിഞ്ഞിരിക്കണം എന്നില്ല, അവൻ്റെ ഈ കല്ലുണ്ടായിരുന്ന അക്രമത്തിൽ ഏർപ്പെട്ടവനാണ്. സർവ്വ ആൾക്കാരുടെയും ഫോട്ടോ പോലീസുകാരുടെ കയ്യിലുണ്ട്. അവർ എണ്ണിപ്പെറുക്കി പുറകെ വരും. എണ്ണിപ്പെറുക്കി പുറകെ വന്ന് കേസെടുക്കും. ഒരു കേസിൽ പെട്ട് കഴിഞ്ഞാൽ ഒരു വിദേശ രാജ്യത്ത് പോകാനാവില്ല. ലോകത്തുള്ള ഏത് വിദേശ രാജ്യത്ത് നിങ്ങൾ ജോലി അന്വേഷിച്ച് ചെന്നാലും പോലീസ് റിപ്പോർട്ട് മസ്റ്റാണ്. 2, ഒരു കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് മസ്റ്റാണ്. ഇത് രണ്ടും നിങ്ങൾക്ക് കിട്ടില്ല. നമ്മുടെ രാജ്യത്ത് പോലും കൊള്ളാവുന്നൊരു ജോലി കിട്ടണമെങ്കിൽ ഇത് രണ്ടും വേണം. ഇത് രണ്ടും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഒരു കൊള്ളാവുന്ന ജോലിയിൽ ഡൽഹി പോയി അക്രമം കാണിച്ച ഒരുത്തനും കയറാൻ പോകുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ്. ഇത് അറിഞ്ഞുകൊണ്ടല്ല പലപ്പോഴും ആളുകൾ ഇതിനകത്ത് പോകുന്നത്. ഇപ്പം കേരളത്തിലൊക്കെ സമരം നടത്തുമ്പോൾ എന്താ ചെയ്യുക? ഇടതുപക്ഷക്കാരുടെ സമരം നടത്തി അക്രമങ്ങൾ കാണിച്ചു. ഇടതുപക്ഷക്കാരുടെ ഗവൺമെൻറ് വരുമ്പം അവരെ എല്ലാം കേസിൽ നിന്ന് ഫ്രീ ആക്കി വിടും. ഇനി കോൺഗ്രസ്സുകാരൊക്കെ സമരം നടത്തുന്നെങ്കിൽ അവരുടെ പേരിൽ കേസ് ഉണ്ടാവും. കോൺഗ്രസ് ഭരണം വരുമ്പോൾ അവരെല്ലാം ഫ്രീ ആക്കി വിടും. ഈ CJP-കാരൻ്റെ ഭരണത്തിന് പോയതിനെ ആര് രക്ഷിക്കാനാണ്? CJP-യുടെ ഭരണത്തിൽ വരുമോ? ഒരാളും രക്ഷിക്കുകയില്ല, അവിടെ കിടക്കും. അപ്പം മറ്റവരൊക്കെ അതാത് ഭരണം വരുന്ന സമയത്ത് അവർ രക്ഷപ്പെടുത്തി വിടും എന്നുള്ളതാണ്. ഇനി പരീക്ഷകളെ സംബന്ധിച്ച് പരീക്ഷകൾ കുറ്റമറ്റതായി നടത്തണം എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. എല്ലാവർക്കും, എൻ്റെ മക്കളും നിങ്ങളുടെ മക്കളും ഒക്കെ പരീക്ഷ എഴുതുന്നവരാണ്. ഗവൺമെൻറ് അക്കാര്യം കൂടുതൽ ശ്രദ്ധിക്കണം. സോണിയാഗാന്ധിയുടെ ഒരു ലേഖനം ഉണ്ടായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച ഹിന്ദുവിൽ. വളരെ ഈടുറ്റ ലേഖനമാണ്. അത് കൊള്ളാവുന്നവർ എഴുതി കൊടുത്താണെന്നുള്ള ഉറപ്പാണ്. അതിനകത്ത് അവർ പറയുന്നത് എല്ലാ പരീക്ഷകളും, നീറ്റ് പരീക്ഷയൊക്കെ സുരക്ഷിതമായി നടത്തേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. നീറ്റ് പരീക്ഷ മാത്രമല്ലെന്നേ, ഇവിടെ LKG മുതൽ നടത്തുന്ന എല്ലാ പരീക്ഷകളും സുരക്ഷിതമായി നടത്തുന്നത്. എല്ലാ വിദ്യാർത്ഥിയും ഒരേ തരം ടെൻഷൻ അനുഭവിക്കുന്നവരാണ്. മുഴുവൻ പരീക്ഷകളും സുരക്ഷിതമായി നടത്തുന്നത് ഗവൺമെൻറ് ബാധ്യതയാണ്.
ഇവിടെ PSC എക്സാം നടത്തുക എന്നുള്ളത് കേരളത്തിലെ ഗവൺമെൻറ് ബാധ്യതയാണ്. അവിടെയും ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നിട്ടുണ്ട്. അവരും ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിദ്യാഭ്യാസ മേഖല രാഷ്ട്രീയ മുക്തമാക്കണമെന്നാണ് പുള്ളിക്കാരത്തി പറഞ്ഞത്. വിദ്യാഭ്യാസ മേഖല കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന കാലത്ത് രാഷ്ട്രീയ മുക്തമായിട്ടുണ്ടോ? അവർ ചെയ്യേണ്ട കാര്യമായിരുന്നു അത്. അവരത് ചെയ്തിട്ടില്ല. ഇവരെങ്കിലും ചെയ്താൽ നല്ലത്. വിദ്യാഭ്യാസ മേഖല രാഷ്ട്രീയ മുക്തമാക്കണം. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും രാഷ്ട്രീയം വേണ്ട. രാജ്യത്തെ ഏറ്റവും വലിയ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സാണ്. നമുക്ക് ആകെ ഹ്യൂമൻ റിസോഴ്സേ ഉള്ളൂ. അതിനെ പെർഫെക്ഷനൈസ് ചെയ്തെടുക്കുന്നത് വിദ്യാഭ്യാസമാണ്. അതുകൊണ്ട് ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പാണ്. അത് ഏറ്റവും പെർഫെക്റ്റായി നടത്തേണ്ടത് ഏതൊരു ഗവൺമെന്റിന്റെയും ജോലിയാണ്, ഈ ഗവൺമെന്റിന്റെയും ജോലിയാണ്. അതൊരു പക്ഷേ ഈ ഗവൺമെന്റ് മറന്നുപോയിട്ടുണ്ടെങ്കിൽ, ഈ സമരം അത് ഈ ഗവൺമെന്റിനെ ഓർപ്പിക്കാൻ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ നല്ലതാണ്. ഇതും ഗവൺമെന്റിന് മുന്നറിയിപ്പാണ്, രാജ്യത്തിന് മുന്നറിയിപ്പാണ്. ഇവിടെ രാജ്യസ്നേഹം എന്നൊരു വാക്കൊക്കെ എല്ലാവരും പറയാറുണ്ട്. എന്താണ് വാസ്തവത്തിൽ രാജ്യസ്നേഹം എന്ന് പറയുന്നത്? നമ്മളൊക്കെ നിലനിൽക്കുന്ന സ്ഥലമാണ് ഈ രാജ്യം. ഒരു സെന്റിമെന്റൽ വേർഡൊന്നും അല്ലാതെ ഈ രാജ്യം നിലനിന്നാലേ നമ്മളുള്ളൂ. അതുകൊണ്ട് ഈ രാജ്യത്തെ നിലനിർത്തേണ്ടത് ഈ രാജ്യത്തെ ഓരോ പൗരന്റെയും കടമയാണ്. ഈ രാജ്യത്തിന് തീ വെക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീടിനാണ് തീ വെക്കുന്നത്. നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങൾ തീ വെക്കുന്നത്. അതായത് സ്നേഹം എന്ന് പറയുന്നത് സെന്റിമെന്റൽ വാക്കല്ല, നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. നിങ്ങൾ അമേരിക്കയിലെത്തി അമേരിക്കൻ പൗരത്വം സ്വീകരിച്ചാൽ നിങ്ങൾ അമേരിക്കയോടാണ് നിങ്ങളുടെ കൂറ് കാട്ടേണ്ടത്. നിങ്ങൾ കാനഡയിലെത്തി നിങ്ങൾ കാനഡയും പൗരത്വം സ്വീകരിച്ചാൽ നിങ്ങൾ കാനഡയോടാണ് കൂറ് കാണിക്കേണ്ടത്. അല്ലാതെ മാതൃസ്നേഹം എന്നൊക്കെ പറഞ്ഞ് സെന്റിമെന്റൽ വർക്കൗട്ടിലല്ല കൊണ്ടുവരേണ്ടത്. നിങ്ങളുടെ നിലനിൽപ്പാണ്. അത് തിരിച്ചറിഞ്ഞ് ബുദ്ധിപൂർവ്വം നിങ്ങളുടെ രാജ്യത്തെ സപ്പോർട്ട് ചെയ്യുകയും ഇവിടെ കലാപങ്ങൾ ഉണ്ടാവുക സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് നിങ്ങളുടെ കിടപ്പാടം സുരക്ഷിതമായിരിക്കാൻ വേണ്ടിയാണ്. ഈ രാജ്യത്ത് ലോ ആൻഡ് ഓർഡർ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് വീട്ടിൽ സമാധാനമായിട്ട് ഉറങ്ങിക്കിടക്കാൻ സാധിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങളെ വന്ന് കൊള്ളയടിച്ച ആൾക്കാർ പോകും. അപ്പോൾ അതൊക്കെ നിലനിൽക്കേണ്ടത് ഈ രാജ്യത്തിൻ്റെ സുസ്ഥിരമായ നിലനിൽപ്പിന്, സുസ്ഥിരമായ ഒരു ഭരണം ഇവിടെ ഉണ്ടാവേണ്ടതിന് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കണം. വേറൊന്ന്, വായന കുറഞ്ഞ ചിന്ത ഈ സമൂഹത്തെ വഴിതെറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണ്. കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് മാറിയെന്ന് മനസ്സിലാവുക. ഇൻസ്റ്റഗ്രാം പോലത്തെ സാധനങ്ങളാണ് ഇപ്പോൾ ആളുകളെ ആകർഷിക്കുന്നത്. ഒരു കാര്യത്തെക്കുറിച്ചും അവർ ഡീപ്പായി പഠിക്കുന്നില്ല. ഒരു പാർട്ടി സമരവുമായി വന്നാൽ ഈ പാർട്ടിയുടെ പുറകിലിരിക്കുന്ന സംഗതി എന്താണ്, ഇവന്റെ താല്പര്യം എന്താണ് എന്ന് അനലൈസ് നോക്കുവാനുള്ള ഒരു വിവേചന ശേഷി ഇന്നത്തെ ചെറുപ്പക്കാർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അവർ ഒരിക്കലും ഇതിന്റെ പുറകെ പോകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സുപ്രീം കോടതിക്ക് കല്ലെറിയണം എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടവന്റെ ഫോളോവേഴ്സ് ലക്ഷക്കണക്കിനാണ് എന്നാണ് പറയുന്നത്. അത്തരം ആളുകളാണ് ഈ തലമുറയെ നയിക്കുന്നത്, അല്ലെങ്കിൽ പാർഷ്യലായിട്ടെങ്കിലും നയിക്കുന്നത് എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ അവർ പെട്ടെന്ന് ഇത്തരം കാര്യങ്ങൾ പെട്ടുപോകും. ഇത് ഗവൺമെന്റും രാജ്യവും തിരിച്ചറിയേണ്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് അത്തരം മേഖലകളിൽ ഉള്ള കമ്മ്യൂണിക്കേഷനിൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും നമ്മളുടെ വിദ്യാർത്ഥികളുടെ ചിന്താശേഷി വർദ്ധിപ്പിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ നമ്മളുടെ കരിക്കുലത്തിൽ പ്രോജക്റ്റുകളൊക്കെയായി ഉൾപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. കൃഷിയോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ എന്തായാലും വേറൊന്നും നമ്മൾ തിരിച്ചറിയേണ്ടത്, ഈ രാജ്യം തന്നെ തിരിച്ചറിയേണ്ടത്, 2047 പാകിസ്ഥാനാക്കും എന്ന് പറയുന്നവർ ഉറങ്ങുകയൊന്നുമല്ല, അവർ ഉണർന്നിരുന്ന് പ്രവർത്തിക്കുകയാണ് എന്നുള്ളതാണ് ഈ സമരം തരുന്ന ഏറ്റവും വലിയ മുന്നറിയിപ്പ് എന്ന് മനസ്സിലാക്കണം. ഇതിനകത്ത് നുഴഞ്ഞു കയറിയത് മുഴുവൻ ഇതിനെ 2047 നയിക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അത് ഈ രാജ്യം തിരിച്ചറിയേണ്ട സംഗതിയാണ്, ഗവൺമെൻറ് തിരിച്ചറിയേണ്ട സംഗതിയാണ്, ഓരോ പൗരനും തിരിച്ചറിയേണ്ടതാണ്. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോർവേഡ് ചെയ്യുക.